ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അരക്കപ്പ് കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി മിക്സ്ഡ് കളറായിട്ടാണ് എടുത്തിട്ടുള്ളത്. പച്ച, ചുവപ്പ്, മഞ്ഞ. ടൂട്ടി ഫ്രൂട്ടി എപ്പോഴും വളരെ കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് കിസ്മിസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറുത്ത മുന്തിരിയാണ് ഒരല്പം കൂടുതൽ എടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതേപോലെ ഒരു സോസ് പാൻ ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ എന്താ പറയുക, അളവ് പാത്രം ഒന്നും നിർബന്ധമല്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ് എല്ലാത്തിനും ഒരളവായിട്ട് വെച്ചാലും മതിയാകും. പിന്നെ അതേ സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ എന്താ പറയുക, മെൽറ്റായി വരുന്ന സമയത്ത്, കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പഞ്ചസാരയിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ വെള്ളം ചേർത്തിട്ടും ഇതേപോലെ കാരമൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ വെള്ളം ചേർക്കാത്ത രീതിയിലാണ് കാരമൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ മെൽറ്റായി വരും. മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഓരോ സമയത്ത് കളർ ചേഞ്ചായി വരും. അപ്പോൾ ഇത് ചേഞ്ചായി ഫുള്ള് കളർ ചേഞ്ചായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി അവസാനം നമ്മുടെ ഈ ഷുഗർ സിറപ്പ്, കാരമൽ സിറപ്പ് ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരും. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പതഞ്ഞ് വരുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതേ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഓരോ സ്പൂൺ വീതം ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നീടാണ് നമുക്ക് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു സ്പൂൺ ഇത് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് ഇത് തെറിച്ച് നമ്മുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ മേത്തുക്കൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ആദ്യം ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ തിളയൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നതൊക്കെ വേണമെന്നൊന്നുമില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ളത് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ അതേ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തണുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പം ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ക്ലീൻ ആയിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ മുന്തിരി അതിനൊക്കെ മധുരമുണ്ട്, അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു 5 ഗ്രാമ്പ്, 3 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, ഒരു ജാതിക്കയുടെ കഷ്ണം. ജാതിക്ക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കുരുവാണ് കേട്ടോ. അത് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ജാതിക്ക ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്താൽ മതി. സ്പൈസസ് ഒന്നും കൂടിപ്പോകരുത്, കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഞാൻ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്പൂൺ അളവാക്കി വെച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡയും കൂടി ചേർത്തിട്ട് ഒരു 2 നുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ അരിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ എല്ലാ കേക്കുകളും ഉണ്ടാക്കുമ്പോഴും 1 പ്രാവശ്യം അരിച്ചിട്ട് ഇതേപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി ഇതേപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതവിടെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. വാനില എസൻസും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ വാനില എസൻസ് ചേർത്തിട്ട് മുട്ടയിൽ നിന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം അടിച്ചെടുക്കണ്ട, ഒരു 10-20 സെക്കൻഡോളം അടിച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതും അതുപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ക്രീമി ആയിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ക്ലീനായ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കാരമൽ സിറപ്പിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കാം.
ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ എടുക്കുന്ന മുട്ടയാണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ എടുക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന ബൗൾ മിക്സിയിലൊന്നും വെള്ളം ഉണ്ടാകാതെ എല്ലാം ക്ലീൻ ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാരമൽ സിറപ്പ് നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തതിലേക്ക് നന്നായിട്ട് മിക്സ് ആകണം. അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിവിടെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മാവില്ലേ, അത് നമുക്കിതിലേക്ക് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു വിസ്ക് കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്കിതൊരു വീട്ടിലുള്ള ഒരു മരക്കയിലും ഉണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലും ഉണ്ടോ, എന്തുകൊണ്ട് വേണമെങ്കിലും ഇതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുത്തിയിളക്കണ്ട. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കുക. അതിൽ 1 സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതെ, ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് പ്രീ ഹീറ്റ് നമ്മൾ ഓവൻ സെറ്റപ്പ് ഏത് പാത്രമാണോ ആ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്കിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 1 സ്പൂണോളം മൈദ ബാക്കിയുള്ളതിലേക്ക് നമ്മളിവിടെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുത്തത് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പ്ലം കേക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ ബിസ്മി കിച്ചണിൽ തന്നെ പ്ലം കേക്ക് ഒരുപാട് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതേ, ഞാൻ ഇതേപോലെ ഒന്ന് ചെറിയൊരു സ്പാച്ചിലുകൊണ്ട് ഇന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഓവറായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഓയിലും ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസുമല്ല, പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ടൈറ്റുമല്ല. ആ ഒരു രീതിയിൽ വേണം പ്ലം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അതെ, ഞാനെല്ലാതും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ കൊണ്ടും ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറേ ഇട്ട് തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ ഏതൊരു കേക്കിനും പെട്ടെന്ന് എയർ ബബിൾസൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് ലേശം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ചെറിയും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു പാത്രം കൂടി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് എനിക്കിതൊരു 1 മണിക്കൂറാണിത് ബേക്കാക്കി കിട്ടാനായിട്ട് എടുത്തത്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും പിന്നെ ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. കേക്ക് സെറ്റായി എന്ന് അറിയുന്നത് നമുക്ക് പുറത്തേക്ക് തന്നെ നല്ല അടിപൊളി മണം വരും. ആ സമയത്താണ് നമ്മൾ ഇത് പാത്രം ഒന്ന് തുറന്ന് നോക്കേണ്ടത് കേട്ടോ. ഏതൊരു കേക്കിനും സെറ്റായി എന്ന് അറിയാനായിട്ടുമ്പോൾ നല്ല മണം വരും. അപ്പോൾ അതെ, എൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നടുക്ക് ഭാഗത്തൊക്കെ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുക്കാനൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെറിയ ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ടിത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ ചൂടുള്ളത് കൊണ്ടാണ് പൊടിഞ്ഞു പോകുന്നത്. ഇപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.